സജീവൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്ന നിലയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകിയത് കൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ UDF-ൽ നിന്ന് അകന്നു പോയത് എന്നൊരു നിരീക്ഷണം UDF തന്നെ ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഓർമ്മയുണ്ടല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പച്ചക്കൊടി കാണിച്ച് അത് പാകിസ്ഥാനിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന പ്രചരണം വടക്കേ ഇന്ത്യയിൽ ഉയർത്തിയിട്ടുണ്ട് BJP എന്ന് കോൺഗ്രസ് തന്നെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ലീഗല്ല SDPI എന്ന് താങ്കൾക്കും അറിയാം, PFIയുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ടാണ്, അതായത് RSSൻ്റെ പൊളിറ്റിക്കൽ വിങ്ങായി BJPയെ കാണാൻ എങ്ങനെ കഴിയുമോ അതേപോലെ PFIയുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ടാണ് SDPI അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ രണ്ടാം വട്ടം ഒന്നുകൂടി ആലോചിക്കണമെന്ന് ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. SDPI ഓഫർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ ഒന്നുകൂടി ആലോചന? എന്തൊക്കെ അഭിപ്രായങ്ങളായിരിക്കും UDF-ന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരിക? ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ പരാജയം ഉൾപ്പെടെ ഉത്തരേന്ത്യയിലുണ്ടായ വലിയ തിരിച്ചടിക്ക് കാരണം ഒരു തരത്തിൽ നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം, മുസ്ലിം ലീഗിൻ്റെ പതാകയാണ് വയനാട്ടിൽ അന്ന് ആ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അതിശക്തമായ രൂപത്തിൽ പാകിസ്ഥാൻ പതാകയാണ് എന്ന് സമർത്ഥിക്കാൻ ആ ജനങ്ങളെ, ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞു. അതേപോലെ ഒരു ആയുധമായിട്ട് ഇപ്പോൾ ജോർജ് കുര്യൻ ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവർ ഇനി പ്രചരണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. വളരെ കൃത്യമായിട്ടും ഇതൊരു പ്രചരണ ആയുധമായിട്ട് അവരെടുക്കും. ഒന്നാമത് പ്രതികരണത്തിൽ എനിക്ക് തോന്നുന്നു VD സതീശൻ്റെ പ്രതികരണം പോലും വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്, അതാര് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴും അവരുടെ അത് തന്നെ ഉണ്ട് തിരിച്ചടി ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളും. നിലപാടെടുക്കാം. ഇവിടെ SDPI എടുത്ത നിലപാടിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യമുള്ള പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും തനിച്ച് നേരത്തെയൊക്കെ അവർ പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തിയതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതേപോലെ നിർത്തിയാൽ ഈ BJP വിരുദ്ധ വോട്ടുകൾ, പ്രത്യേകിച്ച് ഇത്തവണ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റെങ്കിലും പിടിച്ചെടുക്കണമെന്നുള്ള വാശിയുള്ള ആളാണ് നരേന്ദ്രമോദി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് അവർ പരസ്യമായി ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങളുടെ പിന്തുണ ഇന്ന ആൾക്കാണ്, അത് LDF-ന് കൊടുത്താലും UDF-ന് കൊടുത്താലും എന്തായാലും BJP വിരുദ്ധമാവുക എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2019 വയനാട്ടിലെ ആ പ്രകടനത്തിൻ്റെ റാലിയുടെ ചിത്രം പോലെ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നായിട്ട് മാറും. അതാണ് അവർക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം. അതിനെ നേരിടുന്ന രീതി, അതിപ്പോൾ നേരത്തെ VD സതീശൻ പറഞ്ഞായാലും രമേശ് ചെന്നിത്തല പറഞ്ഞായാലും ഇപ്പോൾ ഈ ചർച്ചയിൽ ദീപ്തി മേരി വർഗീസ് പറഞ്ഞായാലും അതൊന്നും ശരിക്കും കൺവിൻസിങ് ആയിട്ട് മാറില്ല. അവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ജോർജ് കുര്യൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഇനിയുള്ള ആയുധം കേരളത്തിൽ പോലും, ഇത് 2019 കേരളത്തിന് പുറത്താണ് ഉപയോഗിച്ചതെങ്കിൽ ഇത് കേരളത്തിൽ പോലും അവരിതാ ഇപ്പോൾ ഉപയോഗിച്ചില്ല വാക്ക്, തീവ്രവാദികളുടെ ഒപ്പം ചേരുന്നു UDF എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം സൃഷ്ടിക്കും. അതാണ് ഈ സജീവൻ. നമുക്ക് അറിയാമല്ലോ, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള സ്ഥിതിയാണ്. മലപ്പുറത്ത് 2014 47,853 വോട്ടുകൾ കിട്ടിയ പാർട്ടിയാണ് SDPI. അങ്ങനെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും, വടക്കൻ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും പൊന്നാനിയിൽ 26,640, കണ്ണൂരിൽ 19,170 വോട്ടുകൾ, ആലപ്പുഴയിൽ, പത്തനംതിട്ടയിൽ, ആറ്റിങ്ങലിൽ, കൊല്ലത്ത്, എറണാകുളത്ത് പോലും 10,000-ന് മുകളിൽ വോട്ടുകളുള്ള പാർട്ടിയാണ് SDPI. എന്തിന് ഈ മാത്രമല്ല, ഇതൊരു മിലിറ്റന്റ് വോട്ടാണ്. SDPI പറയുകയാണെങ്കിൽ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും. അപ്പോഴാണ് ഇവർ
പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നത്. എങ്ങനെ വേണ്ടെന്ന് പറയും? അല്ല, വേണ്ടെന്ന് പറയില്ല എന്ന് മാത്രമല്ല, ഈ പ്രഖ്യാപനം SDPIയുടെ ഈ പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ SDPIയുടെ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ളത് എനിക്കറിയാം. ഇപ്പോൾ കോഴിക്കോട്ട് SDPIയുടെ ഇഫ്താർ പരിപാടി ഉണ്ടായിരുന്നു. ആ ഇഫ്താർ വിരുന്നിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും SDPIയോട് എന്തെങ്കിലും ഇതുവരെ തീവ്രവാദ സംഘടനയാണെന്നോ സാമുദായിക സംഘടനയാണെന്നോ ഒക്കെ തോന്നുന്ന ആളുകൾ അവിടെ പോയിട്ട് ഈ തിരക്കിനിടയിൽ, വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിനിടയിൽ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ വന്നുള്ളതുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ അല്ല, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ നടത്തിയിട്ടുള്ള ഇഫ്താറിലും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വോട്ട് പിടിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ പറഞ്ഞ പോലെ മലബാർ പ്രദേശത്ത് വിധി നിർണ്ണയിക്കാൻ പറ്റിയ നിർണായകമായിട്ടുള്ള സ്വാധീനം SDPIക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PFIയുടെ ഭാഗമാണ്, NDFന്റെ ഭാഗമാണ്, അതിൻ്റെ ഒരു പോഷക സംഘടനയാണ് എന്നൊക്കെ പലരും പറയാമെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ്. PFI നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും SDPI എന്നുള്ള സംഘടനയെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് രാഷ്ട്രീയ നിലപാടെടുക്കാം. അവരെടുത്ത രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് BJP വിരുദ്ധമായ നിലപാടാണ്.